ദുർഗ മലയാളം അസ്ട്രോളജി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പുതിയ ഈ ഗ്രഹനില നിങ്ങളെ മുമ്പ് എത്തിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്യോതിഷം പഠിക്കാൻ വേണ്ടിയിട്ടല്ല. അതായത് നിങ്ങൾക്ക് ഇനി കാരണം വെച്ചാൽ ഒരുപാട് പേര് ജ്യോതിഷം നോക്കി, ഇപ്പോൾ ഞാനൊരാളല്ല, നിങ്ങൾ ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഒരുപാട് പേരെടുത്തൊക്കെ ജ്യോതിഷം നോക്കുന്ന ആൾക്കാരായിരിക്കും. പക്ഷേ ഇന്ന് പറയണത് തമ്പലയിൽ കണ്ട പോലെ പലരും പല രീതിയിൽ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന രീതിയിൽ വളരെ ദയനീയമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരിതാണ്. കാരണം ഈ കേന്ദ്രാധിപത്യ ദോഷം, മാരകാധിപത്യ ദോഷം, ബാധകാധിപത്യ ദോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഗുളികദോഷം, സർപ്പദോഷം, ഒരു ഗ്രഹനിലയിൽ ഇല്ലാത്തൊരു സംഗതി വെച്ചിട്ട്, അതായത് നമുക്ക് ആകെ വിശ്വസിക്കാൻ പറ്റുന്ന ഒറ്റ ഗ്രന്ഥമേ ഉള്ളൂ, അത് വരാഹ ഹോരാശാസ്ത്രം തന്നെയാണ്. ബാക്കി എല്ലാ ഈ ഗ്രന്ഥങ്ങളിൽ പല രീതിയിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ബുക്ക് മേടിച്ച് വെച്ചിട്ട്, ഇപ്പൊ എൻ്റെയിലും ഒരുപാട് ബുക്കുകളുണ്ട്, പക്ഷെ ഞാൻ ആ ബുക്കുകൾ വായിച്ചിട്ട് അതേപോലെ പഠിച്ചിട്ട് നിങ്ങൾ അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ നമ്മൾ ഇതിന്റെ ശാസ്ത്രീയ വശങ്ങൾ അറിയാതെ ഇതിന്റെ ഒരുപാട് പിന്നാമ്പുറങ്ങളുണ്ട്. ഇത് ജീവിതത്തിൽ ബാധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ, ഒരു അനുഭവം വരുമ്പോൾ അത് നമ്മൾക്ക് ജീവിതത്തിലേക്ക് വരണം. ഇവിടെ നക്ഷത്രം ഫലം പറയുന്നുണ്ട് എല്ലാവരും എന്നെ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഈ പാട്ട് കണ്ടിട്ട് കഴിഞ്ഞപ്പോൾ ഈ എന്താ പറയാ നക്ഷത്രങ്ങൾ ഈ രാശിയിൽ ഈ നക്ഷത്രങ്ങളാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പറഞ്ഞപ്പോൾ എൻ്റെ നക്ഷത്രം അശ്വതിയാണ്, എൻ്റെ നക്ഷത്രം രേവതിയാണ്, അല്ലെങ്കിൽ എൻ്റെ നക്ഷത്രം ഇന്ന നക്ഷത്രമാണ്. ഒന്ന് മനസ്സിലാക്കുക, രാവിലെ ജനിക്കുന്ന ഒരാളുടെ ഫലമല്ല വൈകിട്ട് 7 മണിക്ക് ജനിക്കുന്ന ഒരാളെ, വൈകിട്ട് 7 മണിക്ക് ജനിക്കുന്ന ഒരാളുടെ ഫലമല്ല ഉച്ചയ്ക്ക് ജനിക്കുന്നവരെ. ചിലപ്പോൾ രാവിലെ ആ അശ്വതി നക്ഷത്രമാണെങ്കിൽ രാവിലെ 7 മണി വരെ ആ നക്ഷത്രം ഉണ്ടാകും. പാദത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ, വലിയ ഫലത്തിനൊന്നും വ്യത്യാസമൊന്നുമില്ല. അവിടെ എഴുതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ 1-ാം പാദത്തിൽ ജനിച്ച ഇന്ന പോലെ 2-ാം പാദത്തിൽ അങ്ങനെയൊന്നുമില്ല. ഈ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അശ്വതി നക്ഷത്രത്തിന്റെ ഫലമാണെന്നുണ്ടെങ്കിൽ, രാവിലെ ജനിക്കുന്ന ഒരാളുടെ ഗ്രഹനിലയാണെന്നുണ്ടെങ്കിൽ അയാൾ രാവിലെ എന്താ പറയുക വൈകിട്ട് 7 മണി വരെ നക്ഷത്രമാണെങ്കിൽ ആ ജനിക്കുന്ന ആൾക്കാർക്ക് ആ അശ്വതി ഫലം കിട്ടണ്ടേ? ഒരിക്കലും കിട്ടത്തില്ല. 50 ഞാൻ എല്ലാം പറഞ്ഞുള്ളൂ, ഉദയം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുക. ആ സമയത്ത് ജനിക്കുന്നതിന്റെ ഫലത്തിന് വ്യത്യാസങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നക്ഷത്ര ഫലത്തിന്റെ കൂറുഫലത്തിന് പോവുകയാണെങ്കിൽ നിങ്ങൾ ഒന്നും നേടാൻ പോകുന്നില്ല. ഒരു 2 മിനിറ്റ് കൊണ്ട് ജ്യോതിഷിന്റെ പരിപാടി കഴിഞ്ഞു. നിങ്ങൾക്ക് എന്താ പറയാ ഗ്രഹനില കാര്യം നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക. ഫ്രീ കൺസെപ്റ്റ് ഫ്രീ മറ്റല്ലാതെ യൂട്യൂബിൽ കൂടെ വന്നിട്ട് എല്ലാം ഫ്രീ കിട്ടുന്നു. മലയാളികൾക്ക് എന്ത് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ ഓടിക്കയറും. അത് അന്നദാനായാലും ശരി, എന്ത് കാര്യം ഞാൻ പണ്ട് വരുന്നു, ഫ്രീ കിട്ടുന്നത് എല്ലാം മേടിച്ച് വെച്ചിട്ട് വെറും പടുകുഴിലേക്ക് പോലെ അവനവന്റെ കാര്യം പറയണമെങ്കിൽ 10 രൂപ മുടക്കിയിട്ട് അല്ലാതെ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് യഥാർത്ഥ ജ്യോതിഷം വ്യക്തമായിട്ട് ക്ലാരിറ്റി ആയിട്ട് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും. ഒരുപാട് എന്നെ വിളിക്കുന്നുണ്ട്, ശാന്തി ഒരുപാട് പേരെടുത്ത് പോയിട്ടുണ്ട്, 2 മിനിറ്റ് പോലും എന്നെ സംസാരിക്കുക. അല്ലെങ്കിൽ വാട്സപ്പിൽ ഒരു 5 മിനിറ്റത്തെ ഒറ്റ വോയിസ് തിരിച്ച് നമുക്ക് മറുപടി പറയാനില്ല. നമ്മൾ മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരമില്ല. എന്തിന് അങ്ങനെ നോക്കണം? നിങ്ങളുടെ പൈസയ്ക്ക് മൂല്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അറിവ് ഒരു കാര്യം അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സംശയങ്ങൾക്ക് ഉത്തരം തരണം പറ്റുന്ന ഒരാളെടുത്ത് മാത്രം നിങ്ങൾ കൺസൾട്ട് ചെയ്യുക. അല്ലാണ്ട് ഗ്രഹനിലയിൽ രാഹുദോഷം, സർപ്പദോഷം, ശിഖദോഷമാണ്, ഇന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് നഷ്ടം വരണമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ അടപടലെ കുഴിയിലേക്ക് പോകുള്ളൂ എന്ന് മനസ്സിലാകാം. നിങ്ങൾക്ക് വിശദമായിട്ട് നക്ഷത്രഫലം നിങ്ങൾ വേണ്ട, നിങ്ങൾ കൂറുഫലം ശരി, കൂറുഫലം പറഞ്ഞു. കൂറുഫലം പറയണമെങ്കിൽ ഒരു പഞ്ചാംഗം മതി, വേറെ ഉണ്ടാവും. പക്ഷെ 12 രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങളും ആ ലഗ്നം നിങ്ങളുടെ ജീവിതയാത്ര അനുഭവങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ അതിന് ലഗ്നം തന്നെയാണ് വേണം. പിന്നെ ഞാൻ ആരും കുറ്റപ്പെടുന്നില്ല, പക്ഷേ യഥാർത്ഥ ജ്യോതിഷ ജനങ്ങളിലേക്ക് എത്തിക്കുക. എന്നാൽ 10 പേർക്കെങ്കിൽ 10 പേർക്ക് മറ്റെന്താ പറയാ, ആ 10 പേർക്കെങ്കിലും അവർ ബോധവൽക്കാരായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് ഒരുപാട് ഗ്രഹനില വിശകലനം ചെയ്യുന്നത്. ഇന്ന് ഞാൻ പറയണതാണ്, നോക്കൂ, 30/1/1964 10:48 PM പുരുഷനാണ് തിരുവനന്തപുരത്ത് ജനിച്ചത്. ഇത് എന്നെ കൺസൾട്ടിങ് ചെയ്തിട്ട് കുറച്ച് ദിവസമായി, കുറച്ച് കാലം മുമ്പുള്ളതാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു നാള് കഴിഞ്ഞപ്പോൾ ഈ ഒരു ജ്യോതിഷ് പറഞ്ഞു, എന്താ പറഞ്ഞിരിക്കുന്നത്, അതായത് കേരളത്തിൽ അതും നല്ലൊരു കേരളം അറിയപ്പെടുന്ന ഒരു പാരമ്പര്യം അയാൾ പറഞ്ഞിരിക്കുന്നത്,
ഇയാൾക്ക് മാരകാധിപത്യ ദോഷവും കേന്ദ്രാധിപത്യ ദോഷവും ബാധകാധിപത്യ ദോഷവും ഉണ്ട്. ഒരു ഗ്രഹനിലയില് ഒന്ന് മനസ്സിലാക്കുക. അതായത് ഈ ഗ്രഹനില എന്ന് പറയുന്നത് ലഗ്നം വന്നിരിക്കുന്നത് കന്നിയാണ്. ഗുളികൻ 3-ലുണ്ട്, ശിഖി ബുധൻ 4-ലുണ്ട്, രവി കുജൻ 5-ലുണ്ട്, ശുക്രനും മന്ദനും 6-ലുണ്ട്, വ്യാഴം 7-ലുണ്ട്, സർപ്പൻ നമ്മുടെ 10-ലുണ്ട്. നോക്കൂ ഇവിടെ എന്താണ് ഒരു ഗ്രഹനില എടുക്കുമ്പോൾ ആദ്യം കേന്ദ്രാധിപത്യ ദോഷം നോക്കൂ. ഈ മീനരാശിക്കും കന്നിരാശിക്കും മിഥുനൻ രാശിക്കും ഒക്കെയുള്ള ഈ 4 കോണിലെ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറയുന്നത്. അതായത് ഈ ലഗ്നത്തിൽ ജനിക്കുക, ആ ലഗ്നത്തിന്റെ 7ാമത്തെ രാശിയിൽ വ്യാഴം, ഈ വ്യാഴം നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ അത് കേന്ദ്രാധിപത്യ ദോഷം മാറുന്നു. ഈ ലഗ്നത്തിന്റെ ലഗ്നാധിപൻ 4 നിൽക്കുകയാണ്, അപ്പോൾ കേന്ദ്രാധിപത്യ ദോഷം ഉണ്ടാവും. അതുകൊണ്ട് ആ ഭാവത്തിന് ദോഷം വന്നു. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഒരിക്കലും ജാതകത്തിൽ കേന്ദ്രാധിപത്യ ദോഷമില്ല. ഇവിടെ നോക്കൂ, ലഗ്നത്തിന്റെ 7ാം ഭാവാധിപൻ സ്വക്ഷേത്ര ബലവാനായിട്ട് ഹംസയോഗം പ്രദാനം ചെയ്യുന്നു. അതിനെ പിടിച്ചിട്ട് അതാണ് ഇവിടെ യഥാർത്ഥ രീതിയിൽ ഈ ബുക്കുകൾ അതേപടി പഠിച്ചെടുക്കുക. എന്നിട്ട് ജനങ്ങളിലേക്ക് അവർക്ക് ആ എന്താ പറയുക എന്താണോ ഒരു ഗ്രഹനില കൊടുക്കുമ്പോൾ ഒറ്റയടിക്ക് നമുക്ക് പറഞ്ഞ കേന്ദ്രാധിപത്യ ദോഷം ഈ ഇവിടെ അത് അങ്ങനെയല്ല ചിന്തിക്കണ്ടേ. ലഗ്നത്തിന്റെ 7ാം ഭാവാധിപൻ വ്യാഴം സ്വക്ഷേത്ര ബലവാനായിട്ട് ലഗ്നത്തിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. മാത്രമല്ല ഹംസയോഗം പ്രദാനം ചെയ്യുന്നു. വളരെ പ്രധാനപ്പെട്ട് അത് മാത്രമല്ല നോക്കൂ, ലഗ്നാധിപൻ ബുധൻ കേന്ദ്രസ്ഥാനത്തിൽ നിൽക്കുന്നു. ഇവിടെ പിടിച്ചിട്ട് ഇവിടെ ഒരു കാര്യമുണ്ട്. ഇവിടെ ഈ കേന്ദ്രാധിപത്യം എന്ന് പറയുമ്പോൾ ഒരു നാലിന്റെ 7ന്റെ ഭാവാധിപത്യത്തിന് വ്യാഴമാണ്. ഇവിടെ ലഗ്നത്തിന്റെ നാലാമത്തിന്റെ രാശിയുടെ അനുഭവം, 4ാം ഭാവത്തിന്റെ അനുഭവം അല്ല കൊടുക്കുക. 7ലാണ് നിൽക്കുന്നത്. 7ന്റെ അനുഭവമാണ് കൂടുതൽ കൊടുക്കുക. അതാണ് ഏതെങ്കിലും ഒരു രാശിയുടെ ആധിപത്യമല്ല കിട്ടണത്. ആ കേന്ദ്രാധിപത്യ ദോഷമല്ല അവിടെ കിട്ടുന്നത്. ഒരു രാശിയുടെ 4ന്റെയോ 7ന്റെയോ ആധിപത്യം ഉണ്ടെങ്കിൽ അതിന്റെ ഏതെങ്കിലും ഒരു രാശിയുടെ അനുഭവം കൊടുക്കുമെന്ന് മാത്രമല്ല, അല്ലാതെ കേന്ദ്രാധിപത്യ ദോഷം എന്ന് പറഞ്ഞ സംഗതിയില്ല. നിങ്ങൾക്ക് ഒരുപാട് കേട്ടിട്ടുണ്ടാകും. ഇനി അടുത്തത് പറയുന്നത് ബാധകാധിപത്യ ദോഷം. നോക്കൂ, 7ാം ഉഭയരാശി ആണെങ്കിൽ, അതായത് ഉഭയരാശി ആവുകയാണെങ്കിൽ 7ാമത്തെ രാശി ബാധ. 11ാം ചരരാശിയാണെങ്കിൽ, ചരമാണെന്നുണ്ടെങ്കിൽ 11ാമത്തെ രാശി ബാധ. സ്ഥിരം രാശിയാണെങ്കിൽ നമ്മുടെ 9ാമത്തെ രാശി ബാധ. അപ്പോൾ ഉഭയരാശി എന്ന് പറയുന്നത് 7ാമത്തെ രാശി ബാധയാണ്. അതേപോലെ തന്നെ ചരരാശി എന്ന് പറയുന്നത് 11ാമത്തെ ചരരാശി എന്ന് വിചാരിച്ചോളൂ. അതിന്റെ 11ാമത്തെ രാശി ബാധ. സ്ഥിരരാശി എന്ന് പറയുന്നത് ഇടവമാണ്. അതിന്റെ 9ാമത്തെ രാശി ബാധ. ഇങ്ങനെയാണ് ബാധ രാശികൾ തിരിച്ചറിയണത്. ചരവും സ്ഥിരവും ഉഭയം എന്ന് പറഞ്ഞിട്ട്. ഇവിടെ ഒന്ന് മനസ്സിലാക്കുക, ഈ ബാധ എന്ന് പറയുന്നത് പ്രശ്നത്തിൽ ചിന്തിക്കുന്നതാണ്. ഒരു കാരണവശാലും ജാതക വിശകലനത്തില് ബാധക ദോഷം ഇങ്ങനത്തെ ഒരു സംഗതിയില്ല. ഇവിടെ നോക്കൂ, ലഗ്നത്തിന്റെ ഈ ഉഭയരാശി 7ാമത്തെ രാശി ബാധ. ഇവിടെ ബാധ അധിപനായിട്ട് വ്യാഴം നിൽക്കുകയാണ് എന്നാണ് പറയുന്നത്. പ്രശ്നത്തിൽ ചിന്തിക്കേണ്ടത് ജാതകത്തിൽ ചിന്തിച്ചിട്ട് ഫലം പറയേണ്ട ഒരു കാലഘട്ടമൊക്കെ, അതായത് ഈ എന്താ പറയാ, ജനങ്ങൾ ഇനിയെങ്കിലും ബോധവൽക്കരാൻ ആവാൻ കൂടുതലുണ്ട്. ഒരു കാരണവശാലും പ്രശ്ന ജാതകത്തിൽ ജനിച്ച ഗ്രഹനില പ്രകാരം ഈ ബാധകാധിപ ദോഷമൊക്കെ എന്താ പറയാ, അങ്ങനത്തെ ഒരു ദോഷമേ ഇല്ല. ഈ ബാധ എന്ന് പറയുന്നത് എന്താ പറയാ, ഈ ആ ഭാവത്തിന്, അതായത് ഇവിടെ പ്രശ്നം എടുക്കുക, ആ പ്രശ്നത്തിൽ 7ാം ധനു ലഗ്നമാണ് വിചാരിച്ചു, അല്ലെ കന്നി ലഗ്നം വെച്ച് 7ൽ വ്യാഴം നിൽക്കുക, അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ 7ാമത്തെ രാശിയിലോ അല്ലെങ്കിൽ അതിന്റെ 7ാമത്തെ രാശിയിൽ അവിടെ ഏതാ ഗ്രഹം നിൽക്കണം, ആ 7ാം ഭാവാധിപൻ നോക്കണം, അതിലേക്ക് ദൃഷ്ടി ചെയ്യണം നോക്കണം. അവിടെ ആ ഭാവത്തിന് ഒരു ബാധാബന്ധം, ഒരു ബാധ പ്രേതപുഷാൽ, അതിനെന്തോ ആ ഭാവത്തിന് ഇന്ന കാര്യത്തിന് ആ ഭാവം കൊണ്ട് എന്താണ് സൂചന കൊടുക്കുന്നത്, അതിനെ എന്തോ ഇന്ന സംഗതി ബാധിച്ചിട്ടുണ്ട്.
ഇവിടെ ഗ്രഹനിലയിൽ ഇവിടെ 7ാം ഭാവത്തില് ഹംസയോഗം പ്രധാനം കൊടുക്കുന്ന വ്യാഴത്തിനെ അതിന് ബാധയായിട്ട് കണ്ടിട്ട് അവിടെ ബാധകാതി ദോഷം എന്താണില്ലേ? നിങ്ങൾ നോക്കുക, ഈ ജനങ്ങളെ എങ്ങനെയൊക്കെയാണ് വഴിതെറ്റിച്ച് വിടുന്ന രീതികൾ നിങ്ങൾ മനസ്സിലാക്കി. ഇനിയെങ്കിലും നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഗ്രഹനില, സ്വന്തം ഗ്രഹനില മറ്റുള്ളവർക്ക് കൊടുത്തിട്ട് ഫ്രീ കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് കൂടെ ഒരുപാടുണ്ട്. ഞാൻ കണ്ടിട്ട് 1 മണിക്കൂറൊക്കെ 10,000, 5,000, 7,000 വ്യൂസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. എന്താണ് അവർ കൊടുക്കുന്ന കണ്ടന്റ്? എന്താണ്? നിങ്ങൾ അതിൽ കയറി കാണാം എന്തൊക്കെയാണ് രീതിയിൽ. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. ഇനി അടുത്തത് മാരകാധിപത്യ ദോഷം. 2ഉം 7ഉം മാരകാധിപത്യമാണ് പറയുന്നത്. 2ാമത്തെ രാശി എന്ന് പറയുന്നത് മാരകാധിപത്യ ദോഷം. ഈ മാരകാധിപത്യ ദോഷം എന്ന് പറയുന്നത് സംഗതി അതും ഇല്ല. എന്തിന്? ഇതൊക്കെ നിങ്ങൾ വെറുതെ ജനങ്ങളെ പൊട്ടമായി ഇതൊക്കെ ജീവിതത്തിൽ അനുഭവം വരുന്നുണ്ടോ? അതിന് ആണ് മാരകാധിപത്യ ദോഷം എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കി അങ്ങനത്തെ ഒരു ദോഷമേ ഇല്ല. ഇവിടെ 2ഉം 7ഉം മാരകാധിപത്യ ദോഷം അങ്ങനത്തെ സംഗതിയില്ല. ഇവിടെ നോക്കൂ, 4ാം ഭാവ ലഗ്നാധിപൻ 4ാം ഭാവത്തിൽ കേന്ദ്ര സ്ഥാനത്ത് നിൽക്കുന്നു. ആ വ്യാഴം നമ്മുടെ ഹംസയോഗം പ്രദാനം ചെയ്യുന്നു നിൽക്കുന്നു. അത്യന്തം പവർഫുള്ളായ ഒരു ഗ്രഹനിലയാണ്. അതുമാത്രമല്ല, ഇയാൾ ഒരു എഞ്ചിനീയറിംഗ് ആണ് ഇയാൾ പഠിച്ചിരിക്കുന്നത്. 2ാം ഭാവം കൊണ്ടാണ് വിദ്യ, വാക്ക്, ധനം ചിന്തിക്കുന്നത്. അപ്പൊ 2ാം ഭാവം കൊണ്ട് ഈ പറയുന്നത് 2ഉമായിട്ട് ബന്ധപ്പെടുന്ന ആ 2ാം ഭാവാധിപൻ ശുക്രനാണ്. ശുക്രൻ എന്ന് പറയുന്നത് ഒരു സർവീസ് രാശിയിൽ നിൽക്കുകയാണ്. ശനിയുമായിട്ട് യോഗം ചെയ്താണ് നിൽക്കുന്നത്. അതേപോലെ ആ ബുധൻ നോക്കൂ, കേന്ദ്രസ്ഥാനത്ത് വിദ്യാകാര്യൻ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുകയാണ്. മാത്രമല്ല 4 കൊണ്ട് അസാധ്യ യോഗം, വിദ്യാഭ്യാസ കാര്യങ്ങൾ. ഇത് ഞാൻ ഫലം പറയാൻ വേണ്ടിയിട്ട് എടുത്തതല്ല. പക്ഷെ ഇവിടെ കേന്ദ്രാധിപത്യ ദോഷം, മാരകാധിപത്യ ദോഷം, അതേപോലെ തന്നെ ബാധകാധിപത്യ ദോഷം, ഈ 3 ദോഷത്തിനും ഒരു അടിസ്ഥാനവും ഇല്ല എന്നുള്ളതും കൂടിയാണെന്ന് പറയുന്നത്. ഇവിടെ മാരകാധിപത്യ ദോഷം എന്ന് പറയുന്നത് വ്യാഴത്തിന് അടിസ്ഥാനം നോക്കിക്കൊണ്ടാണ്. അവിടെയാണ് ഈ വ്യാഴത്തിന് അടിസ്ഥാനം മാരകാധിപത്യ ദോഷവും. ഇവിടെ 3 പോയിന്റും കൊടുത്തു. അതായത് നമ്മുടെ എന്താ പറയുക, വ്യാഴം നമ്മൾ കേന്ദ്രാധിപത്യ ദോഷത്തിൽ ബാധാദോഷത്തിൽ നിൽക്കുന്നു, മാരകാധിപത്യ ദോഷത്തിൽ നിൽക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന കേന്ദ്രാധിപത്യം, അങ്ങനെ 3 പോയിന്റ് കൊടുത്തു എന്നുള്ളതും കൂടിയാണ്. ഇവിടെയും പാപമൂല്യം കണക്ക് കൂട്ടി അങ്ങനെ ദോഷമാണ് ഉള്ളത് കൊണ്ട് എന്ന് പറഞ്ഞിട്ട്. കാരണം ഈ ഗ്രഹനിലയില് ഒരു കാരണം വെച്ച് കഴിഞ്ഞാലും നിങ്ങൾ ജനിച്ച ഗ്രഹനിലയില്, അതായത് നമ്മൾ ജനിച്ച സമയത്തുള്ള ഗ്രഹനിലയില് മാരകാധിപത്യ ദോഷോ കേന്ദ്രാധിപത്യ ദോഷോ എന്താ പറയാ ഈ ബാധക ദോഷമില്ല. പ്രശ്നത്തിൽ ചിന്തിക്കേണ്ടത് പ്രശ്നത്തിൽ ചിന്തിക്കുകയാണ് ഇപ്പോഴത്തെ കാലഘട്ടമല്ല. അതേപോലെ തന്നെ സർപ്പനെയും പിടിച്ചിട്ട് സർപ്പദോര് നിങ്ങളൊന്ന് മനസ്സിലാക്കി. ഇന്നലെ ഞാനൊരു ഗ്രൂപ്പിൽ കണ്ടതാണ്. അതായത് ഇയാൾക്ക് സർപ്പദോഷമുണ്ട്, അതുകൊണ്ട് ഇയാൾക്ക് ജീവിതകാലം വരെ ഇയാൾക്ക് ഗുണം കിട്ടില്ല. സർപ്പപൂജ മാസം ചെയ്യണം എന്ന് പറഞ്ഞു. ജനിച്ച ഗ്രഹനില അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ സാധാരണ ചിന്തിച്ചാൽ അയാളുടെ ജാതകത്തില് 1 ഡിഗ്രി മിനിറ്റിൽ 2 മണിക്കൂറാണ് ഒരു രാശിയിൽ ഉദയം ഉണ്ടാകുക. ആ 2 മണിക്കൂറിൽ 1 സെക്കൻഡിൽ ഒരു ജനനം നടക്കുകയെങ്കിൽ ഈ കേരളത്തിൽ ആ 1 സെക്കൻഡിൽ എത്ര ജനനം നടക്കണം? ലോകത്തിൽ എത്ര ജനനം നടക്കും? അവർക്കൊക്കെ ഈ നമ്മുടെ സർപ്പദോഷം ഉണ്ടാകണ്ടേ? ഒരു ശാസ്ത്രീയമായിട്ടൊന്ന് നിങ്ങൾ ബോധത്തോടെ ചിന്തിച്ചു കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമുള്ളൂ. അപ്പോൾ ഇത് വേറെ ജാതക വിശകലനം അല്ല ഞാൻ പറഞ്ഞത്. ഇവിടെ കൊടുത്ത ചെറിയ ഈ എന്നെ കൺസൾട്ട് ചെയ്യുന്നപ്പോൾ ബാധകാധിപത്യം, മാരകാധിപത്യം, കേന്ദ്രാധിപത്യ ദോഷം എന്നുള്ള സംഗതി നിങ്ങൾ ഇനി വലിച്ചു കീറി കാട്ടിക്കളയുക. അങ്ങനത്തെ സംഗതിയില്ല. നിങ്ങൾ ഫ്രീ കിട്ടുന്നത് ഓടിപ്പോവാണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ കാര്യങ്ങൾ അറിയണമെന്നില്ല, സ്വന്തം കാര്യം അറിയണില്ലേ, അല്ല നെഗറ്റീവ് കേൾക്കാതിരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല അനുഭവങ്ങൾ ഒരു ഗ്രഹനില കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് കൺസൾട്ട് ചെയ്യേണ്ടത് എന്നൊരു രീതി അത് വ്യക്തമായിട്ട് നല്ല രീതിയിൽ കൺസൾട്ട് ചെയ്യുന്ന രീതിയിൽ ആളെടുത്ത് പോവുക. അല്ലാതെ ഒരു കൂർഫലം പറഞ്ഞിട്ട് 2 മിനിറ്റ് കൊണ്ട് ഫലം പറയുകയല്ല. ഇവിടെ പറയാനുള്ള കേതുദോഷം ഇതന്നെ ഞാൻ പറഞ്ഞു, മാരകാധിപത്യ ദോഷം, ബാധാദോഷം, കേന്ദ്രാധിപത്യ ദോഷം, അതേപോലെ തന്നെ കണ്ടകശനി, ഏഴരശനി, ജന്മശനി, അഷ്ടമശനി, അതേപോലെ തന്നെ ഗുളികദോഷം, സർപ്പദോഷം, ശിഖിദോഷം. ഇത് മാത്രമേ ജ്യോതിഷികൾ പറയാനുള്ളൂ. ഇത് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. 12 രാശിയിൽ കിടക്കുന്ന ഗ്രഹങ്ങളുടെ അടിസ്ഥാനം നോക്കിയിട്ട് നിങ്ങൾക്ക് ഫലം അറിയണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ സംശയം ഉത്തരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേരുണ്ട്. അവരെടുത്ത് പോകുക, കാര്യങ്ങൾ അന്വേഷിക്കുക, ചെയ്യുക. അല്ലാതെ ഒരു കാരണം ഇതിന്റെ പുറകെ പോയിട്ട് പടുവിലേക്ക് ഇനിയും പോയി കഴിഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.